സിയ ലൊദാത്തോ ജെസുക്രിസ്തു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണ്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വരികയും പരിശുദ്ധ കത്തോലിക്ക സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്തതിൻ്റെ ഓർമ്മ തിരുനാൾ. പെന്തക്കോസ്ത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് ലോകത്തോട് യേശുവിനെ പ്രസംഗിക്കുവാനുള്ള ധൈര്യം ഇനിയും ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ യേശു തൻ്റെ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയക്കുകയും തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വരികയും അവർ അഗ്നിയായി മാറുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകുകയൊക്കെ ചെയ്ത ചരിത്രം നമ്മൾ പിന്നീട് കാണുന്നതാണ്. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ ഈ പെന്തക്കോസ്ത തിരുനാളാണ് ആചരിക്കുന്നത്. പെന്തക്കോസ്ത തിരുനാളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കത്തോലിക്ക സഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും ഈ പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ ദാനങ്ങളും വരങ്ങളും കൊണ്ട് നിറയ്ക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മുടെ കാറ്റീസം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളുണ്ട്, 12 വരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഏതൊക്കെയാണ് ഈ 12 വരങ്ങളും 7 ദാനങ്ങളും എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണമെന്നില്ല. നോക്കുക, പരിശുദ്ധാത്മാവ് 7 ഗിഫ്റ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിസ്ഡം എന്ന് പറയുന്ന ഒരു പ്രത്യേക വാക്കാണ് ഉപയോഗിക്കുന്നത്. അറിവ് എന്ന് വെച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരമോന്നതമായ നന്മയുടെ അറിവ് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് നോക്കുക, അറിവ് പോലെ തന്നെയാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന, അതും അറിവ് തന്നെയാണ്. എന്നാൽ മനസ്സിലാക്കുവാനും പരസ്പരം നമ്മളെ സഹവർത്തിത്തോടെ ജീവിക്കാനും ഒക്കെ ഉതകുന്ന സംഭവമാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, അറിവ് തന്നെയാണ്. മൂന്നാമത്തേത് നോളജാണ്. നോളജ് കുറച്ചും കൂടെ ഈ ലോകത്തിൻ്റെതായ അറിവ് എന്ന് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അതിനെ വിശേഷിപ്പിക്കാറുണ്ട് എങ്കിൽ കൂടിയിട്ട് ഈ 3 കാര്യങ്ങളും, അതായത് വിസ്ഡവും അണ്ടർസ്റ്റാൻഡിങ്ങും നോളജും ഒരുപോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ അടുത്തതായിട്ട് വരുന്നത് കൗൺസിൽ എന്ന് പറഞ്ഞ, ഉപദേശം എന്ന് പറഞ്ഞൊരു ദാനമാണ്. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് എപ്പോഴും നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. മകനെ, ഇതാണ് നല്ല വഴി, ഇതാണ് യഥാർത്ഥ വഴി, ഇതിലെ മൂവ് ചെയ്യുക എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് കൗൺസിൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ധൈര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യം ആവശ്യമാണ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ 6ാമത്തേതെന്ന് പറയുന്നത് പിയറ്റ എന്ന് പറയുന്ന സംഭവം, ഭക്തി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭക്തി അല്ലെങ്കിൽ ദൈവഭയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ഭക്തിയോടെ പെരുമാറുക. വിശുദ്ധ സ്ഥലങ്ങളിലും വിശുദ്ധരായിട്ടുള്ള വ്യക്തികളോടും വിശുദ്ധരോടൊക്കെ നമ്മൾ ഭക്തി കാണിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനം തന്നെയാണ്. അതോടൊപ്പം തന്നെ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫിയർ ഓഫ് ഗോഡ്. 7ാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ഭയം ഏറ്റവും പ്രധാനപ്പെട്ട. ദൈവത്തെ ഭയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ പേടിക്കുക എന്നുപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ 7 ദാനങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ട്സ് 12 പ്രത്യേക ഫലങ്ങളെക്കുറിച്ചാണ് പിന്നീട് നമ്മളെ പഠിപ്പിക്കുക. ഈ 12 ഫലങ്ങളും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. നോക്കുക, നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് അല്ലെങ്കിൽ ദൈവഭയമുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് സ്നേഹമുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. ഈ ദാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, കരുണ, അല്ലെങ്കിൽ നന്മ, ദയ. ഇതുപോലെയുള്ള 12 ഗുണങ്ങളാണ് ഗലേഷ്യൻസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 5-ാം അധ്യായത്തിൽ 21-22 വാക്കിൽ നമ്മൾ കാണുന്നുണ്ട്. 12 ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും നമ്മളിലേക്ക് നിറയുവാനും ഇന്നേ ദിവസം മാത്രമല്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഞാൻ വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് ആശംസകൾ അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണിത്. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. സിയ ലൊദാത്തോ ജെസുക്രിസ്തു.